നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷ. PB അനിത കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലിയിൽ പ്രവേശിച്ചു. പുകപരിശോധനയിൽ ഇനി എല്ലാവരും വിജയിക്കില്ല, ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. നവീന്റെ കാറിൽ പ്രത്യേക കല്ലുകളും ചിത്രങ്ങളും. ബ്ലാക്ക് മാജിക് സ്ഥിരീകരിക്കാൻ കൂടുതൽ തെളിവുകൾ. തൃശൂർ സുരേഷ് ഗോപി എടുക്കില്ലെന്ന് K മുരളീധരൻ. കരവന്നൂർ BJPക്ക് പ്രത്യേകിച്ച് ഗുണമാകില്ല. വാർത്തകൾ വിശദമായി. ICU പീഡന കേസിൽ നടപടി നേരിട്ട PB അനിത കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തിരികെ ജോലിയിൽ പ്രവേശിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ രോഗി പീഡനത്തിനിരയായ സംഭവത്തിൽ നടപടി നേരിട്ട നഴ്സിംഗ് ഓഫീസർ PB അനിതയ്ക്ക് നിയമനം നൽകി ഇന്നലെയാണ് ഉത്തരവ് പുറത്തിറക്കിയത്. അതേസമയം ഹൈക്കോടതി ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ പുനഃപരിശോധനാ ഹർജി കോടതി ഇന്ന് പരിഗണിക്കും. ഏപ്രിൽ 4-നാണ് സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകിയത്. നിയമനം പുനഃപരിശോധനാ ഹർജിയുടെ അന്തിമ വിധിക്ക് അനുസരിച്ച് മാത്രമായിരിക്കുമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. പുനഃപരിശോധനാ ഹർജിയിൽ കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്നാണ് കരുതുന്നതെന്ന് അനിത മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അനിതയ്ക്ക് നിയമനം നൽകേണ്ട നഴ്സിംഗ് ഓഫീസർ തസ്തികയിൽ നിലവിൽ നിയമനത്തിന് യോഗ്യതയുള്ള 18 പേരുണ്ട്. ഇതിൽ കൂടുതൽ പേരും ദീർഘകാലമായി കോഴിക്കോടിന് പുറത്ത് ജോലി ചെയ്തവരാണ്. അവർക്കാണ് മുൻഗണന നൽകേണ്ടത് എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ പുനഃപരിശോധനാ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. പുകപരിശോധനയ്ക്ക് എത്തുന്ന എല്ലാ വാഹനങ്ങൾക്കും സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന രീതി ഇനിയില്ല. കേന്ദ്രം പുറത്തിറക്കിയ പുതിയ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് പരിശോധന. പുതിയ ചട്ടപ്രകാരം പരിശോധന ആരംഭിച്ചതോടെ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും കൂടുതൽ വാഹനങ്ങൾ പരിശോധനയിൽ പരാജയപ്പെടുന്നതായി കണക്കുകൾ പറയുന്നു. പഴയ നിയമം അനുസരിച്ച് ഹൈഡ്രോ കാർബൺ, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ വിഷവാതകങ്ങൾ കൂടിയ അളവിൽ പുറന്തള്ളുന്ന വാഹനങ്ങൾക്ക് നിരത്തിലിറങ്ങാൻ അനുമതി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴതില്ല. ഇന്ധന ജ്വലനത്തിൽ പോരായ്മകൾ ഉണ്ടെങ്കിലും പുകപരിശോധന സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല. മാത്രമല്ല, എയർ ഫിൽറ്റർ, സ്പാർക്ക് പ്ലഗ് തുടങ്ങിയവ കൃത്യമായ ഇടവേളകളിൽ മാറാതിരുന്നാൽ മലിനീകരണ തോത് വർദ്ധിക്കും. മാർച്ച് 17 മുതൽ 31 വരെ നടന്ന പുക പരിശോധനകളിൽ 8.85% വാഹനങ്ങളാണ് പരാജയപ്പെട്ടത്. പഴയ ചട്ടം അനുസരിച്ച് 5 ലക്ഷം വാഹനങ്ങൾ പുകപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ 8000-ഓളം വാഹനങ്ങളാണ് പരാജയപ്പെട്ടിരുന്നതെങ്കിൽ പുതിയ ചട്ടം വന്നതോടെ ഇത് 35,574 ഉയർന്നു. 4,11,862 വാഹനങ്ങളാണ് പരിശോധിച്ചത്. അരുണാചൽ പ്രദേശിലെ മലയാളികളുടെ മരണത്തിൽ ബ്ലാക്ക് മാജിക് സ്ഥിരീകരിക്കാൻ കൂടുതൽ തെളിവുകൾ പുറത്ത്. മരിച്ച നവീന്റെ കാറിൽ നിന്ന് പ്രത്യേക കല്ലുകളും ചിത്രങ്ങളും കണ്ടെത്തി. ആര്യയ്ക്ക് വന്ന മെയിലുകളിൽ ചിലതിൽ പ്രത്യേക തരം കല്ലുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഈ കല്ലുകളാണ് കാറിൽ നിന്ന് കണ്ടെത്തിയതെന്നാണ് കരുതുന്നത്. ഡോൺ ബോസ്കോ എന്ന പേരിൽ നിന്നും ആര്യയ്ക്ക് വന്ന ഇമെയിലാണ് കല്ലുകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അരുണാചൽ പ്രദേശിലേക്കുള്ള യാത്രയ്ക്കും മറ്റുമായി ആര്യയുടെ ആഭരണം വിറ്റാണ് പണം കണ്ടെത്തിയത് എന്നതിന്റെ വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഏപ്രിൽ 2-നാണ് നവീൻ, ഭാര്യ ദേവി, സുഹൃത്ത് ആര്യ എന്നിവരെ അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതുവരെ ദുരൂഹത ചുരുളഴിയാത്ത കേസിൽ അന്ധവിശ്വാസം മൂലം പുനർജന്മത്തിൽ വിശ്വസിച്ച് ഇവർ ജീവനൊടുക്കിയതെന്ന് സൂചനകൾ നൽകുന്ന തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇന്ന് യോഗം ചേരുന്നുണ്ട്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് യോഗം ചേരുക. അന്വേഷണ പുരോഗതി ഉൾപ്പെടെ യോഗം വിലയിരുത്തു. തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശൂർ എടുക്കില്ല എന്നും എന്ത് ചെയ്താലും സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കില്ല എന്നും K മുരളീധരൻ. CPM അക്കൗണ്ടുകൾ മരവിപ്പിച്ച ആദായ നികുതി വകുപ്പിന്റെ നടപടിക്ക് പിന്നാലെ മോദിയെ സന്തോഷിപ്പിക്കുന്ന നടപടികൾ പിണറായിയിൽ നിന്ന് ഉണ്ടാകുമെന്ന് സാഹചര്യം കോൺഗ്രസ് നിരീക്ഷിക്കുകയാണെന്നും K മുരളീധരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ CPM BJP ഡീലാണ്. എന്ത് ചെയ്താലും സുരേഷ് ഗോപി ജയിക്കില്ല. മുഖ്യമന്ത്രിക്ക് നട്ടലുണ്ടെങ്കിൽ കോൺഗ്രസുമായി സഖ്യമില്ലെന്ന് പറയട്ടെ. കോൺഗ്രസ് എറിഞ്ഞു കൊടുക്കുന്ന എല്ലിൻ കഷ്ണം കടിക്കണം. എന്നിട്ട് കേരളത്തിൽ നിന്ന് വീരവാദവും പറയണം. പ്രധാനമന്ത്രി കരവന്നൂരിൽ വരുന്നതിന് മുമ്പ് ആദ്യം മണിപ്പൂരിൽ പോകണം. കരവന്നൂർ ആളി കത്തിച്ചത് കൊണ്ട് BJPക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. ഒരു ബാങ്ക് തകർത്തതിന് ഇടതുപക്ഷത്തെ വോട്ടർമാർ ശിക്ഷിക്കും. കരവന്നൂർ വിഷയത്തിൽ ഒരക്ഷരം മിണ്ടാത്ത ആളാണ് LDF സ്ഥാനാർത്ഥിയെന്നും K മുരളീധരൻ.